ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്മോസ് ഐലൻഡിലാണ്. യോഹന്നാന് വെളിപ്പാട് പുസ്തകം എഴുതുവാൻ ദൈവം അവസരമൊരുക്കി കൊടുത്ത സ്ഥലം, അല്ലെങ്കിൽ പിതാവിനോടൊപ്പം ചേർന്നിരുന്ന് വെളിപ്പാട് പുസ്തകം എഴുതുവാൻ യോഹന്നാന് പ്രേരിതമായ സ്ഥലം. യോഹന്നാൻ ഈ പ്രദേശത്തേക്ക് നാട് കടത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അതിന് മുമ്പിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. സോ ദിസ് പ്ലേസ് ഈസ് കോൾഡ് ദ പത്മോസ് ഐലൻഡ്. ദിസ് ഈസ് ദ നെയ്ബർഹുഡ് ഇൻ പത്മോസ്. ഞങ്ങൾ താമസിക്കുന്ന കെട്ടിടമാണ് ഈ കാണുന്നത്. ദൂരെ ഒരു മലയുടെ മുകളിൽ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ്. വീടാണെന്ന് തോന്നുന്നു, വീടുകളാണെന്ന് തോന്നുന്നു. ഇത് ചെറിയ ഫെറി ബോട്ട്സാണ്. ഞങ്ങൾ വന്ന വഴി ഈ റൂട്ടിലാണ് ഞങ്ങൾ വന്നത്. ഈ കാണുന്നതാണ് ഞങ്ങൾ ഇറങ്ങിയ ഡോക്ക്. ഞങ്ങൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി വന്ന ഭാഗം. ഒരു ചെറിയ ഒരു കപ്പൽ മറ്റോ ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് പത്മോസ് ദ്വീപ്. ഇവിടെ ഒരു ചർച്ചുണ്ട്. അത് ഞങ്ങൾ ദൈവാനുഗ്രഹത്താൽ ഇന്ന് കാണാൻ പോകുന്നുണ്ട്. സോ ഇത് പത്മോസ് ഐലൻഡിലുള്ള ചെറിയ ഒരു സ്ട്രീറ്റാണ്. ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒത്തിരി കോഫി ഷോപ്സും ഇങ്ങനത്തെ ഒക്കെയുള്ള സിസ്റ്റമാണുള്ളത്. ടൂറിസ്റ്റുകളെ ഒത്തിരി ആകർഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് പത്മോസ് ദ്വീപ്. അതായത് ഞങ്ങൾ ഏതൻസിൽ നിന്നും 8.5 മണിക്കൂർ ഷിപ്പിലാണ് ഇവിടെ വന്നത്. വളരെ സുഖകരമായ യാത്രയായിരുന്നു. കാരണം ഞങ്ങൾക്കെല്ലാം സെപ്പറേറ്റ് കിടന്നുറങ്ങുവാൻ തക്ക രീതിയിലുള്ള സീറ്റ് റൂംസ് ഉണ്ടായിരുന്നു. അത്ര സുഖകരമായിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങി. എന്നാൽ യോഹന്നാൻ ഇവിടെ വരുമ്പോൾ ഏകനായിട്ട് ഇവിടെ താമസിച്ച ചില സിറ്റുവേഷൻസ് ഉണ്ടെന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. ഇവിടെ വന്ന സാഹചര്യം എങ്ങനെയെന്ന് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. എത്രത്തോളം ദിശയറിയാതെ ദിക്കറിയാതെ ഒക്കെയാണ് ഇവിടെ വന്നത്. എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്ന യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുവാൻ ദൈവം കൊടുത്ത ആ ദൈവത്തിൻ്റെ വെളിപ്പാട് കൊടുക്കുവാൻ ഈ ദേശത്തെ ചൂസ് ചെയ്തു. ഈ ദേശത്ത് എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും ഒക്കെയും വന്നിറങ്ങുവാൻ സാധിച്ചത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് കാണുകയും ചെയ്യുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് 2 വീലേഴ്സാണ്, ചെറിയ സ്കൂട്ടേഴ്സാണ്. റോഡിൽ ഒരു വശത്ത് കെട്ടിടങ്ങളും കുറേ കോഫി ഷോപ്സും ചെറിയൊരു മാർക്കറ്റും ഇവിടെ ഉണ്ട്. ഇന്നൊരു ദിവസം മുഴുവൻ ഞങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ട്. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അനുഗ്രഹമായ ഒരു കാര്യവുമാണ്. ഇതൊരു പ്രത്യേക സ്ട്രീറ്റാണ്. ദിസ് ഇസ് ഓവർലുക്ക് ഓഫ് പത്മോസ് ഐലൻഡ്. ഇവിടെ റെൻറ്റിന് ബോട്ട് എടുത്ത് ആൾക്കാർ പോവുകയും ബൈക്ക് റെൻ്റെടുത്ത ആൾക്കാർ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ചെറിയ ഓളങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. വലിയ തിരമാലകൾ, ഹെവി ടൈഡ്സ് ഒന്നും ഇവിടെ ഇല്ല. എന്നാൽ അവർ പ്രൊട്ടക്ഷൻ ബോളായിട്ട് കുറേ കല്ലുകൾ ഇറക്കി ഇട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് പത്മോസ് ദ്വീപ്. ഏകദേശം 4000-ൽ താഴെ ആൾക്കാർ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ചെറിയൊരു പട്ടണമാണ്. ഈ കാണുന്നതാണ് പത്മോസ് ഐലൻഡ്. ഇതിങ്ങനെ ആൾക്കാർ വന്ന് റെൻറ്റിൻ്റെ അടുത്ത് താമസിക്കുന്ന ചില മോട്ടൽസ് പോലത്തെ കെട്ടിടങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. ദിസ് ഈസ് വാട്ട് പത്മോസ് ഐലൻഡ്. താങ്ക് യു. രാജേഷ് മാത്യു, സൈനിങ് ഓഫ്.